പേര് മൈക്രോ പ്രോസസ്സറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കുറച്ച് കോഡൊക്കെ കാണാതെ പഠിക്കണം. അപ്പോൾ ഇതിലുള്ള ഈ കോഡും അതുപോലെ അതിന് കറസ്പോണ്ടൻ്റ് മെഷീൻ കോഡും ഇതാണ് കാണാതെ പഠിക്കേണ്ടത്. അത് അഡീഷൻ്റെയും സബ്ട്രാക്ഷൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ്റെയും നമ്മൾ കാണാതെ പഠിക്കണം. ഇനി ഇതിൽ അഡീഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ അൽഗോരിതം ഉണ്ടല്ലോ, ഈ സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ അൽഗോരിതത്തിൽ പറയണ പോലെ റീസെറ്റ് അടിക്കാനാണ് ആദ്യം പറയണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ റീസെറ്റ് അടിക്കാം. എന്നിട്ട് റിലാക്സ് മെം എന്ന് പറഞ്ഞ കീ അടിക്കുക. എന്നിട്ട് ഇതിൽ പറയുന്നുണ്ട് നമുക്ക് വേണ്ട നമ്പർ അടിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ 3000 പ്ലസ് 3001 അങ്ങനെ കിട്ടണതിൻ്റെ 3002 നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അങ്ങനെയാണ് സംഭവം ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മളിവിടെ 3000 അടിക്കാം. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് 3000 ഒരു നമ്പർ നമ്മളിവിടെ സേവ് ചെയ്യണം. അതിപ്പോൾ നമ്മളൊരു 01 എന്ന് കൊടുക്കാം. 1 എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. അപ്പോൾ 3001. ഇനി 3001 വേണ്ട നമ്പർ നമ്മളൊരു 02 എന്ന് കൊടുക്കാം. 002 എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. എന്നാലാണ് ആ 3001 വാല്യൂ അവിടെ സേവ് ആവുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിൽ പറയണത് റീസെറ്റ് ദ സിസ്റ്റം എന്നാണ്. നമ്മൾ വീണ്ടും റീസെറ്റ് അടിച്ചു. എന്നിട്ട് പ്രസ് ദ റിലാക്സ് മെം കീ കൊടുത്തു. ഇനി നമ്മൾ ഇതിൽ കോഡ് അടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതാ സ്റ്റോർ ദ പ്രോഗ്രാം സീക്വൻഷ്യലി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അതിൻ്റെ കോഡ് അടിച്ചു കൊടുക്കാം. അപ്പോൾ കോഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, 2000 അടിക്കുക. 2000 നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇവിടെ ഈ 21 എന്നുള്ള കോഡ് അടിക്കാം. 21 എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. 2001 അതിൽ 00 വീണ്ടും നെക്സ്റ്റ് അടിക്കുക. 2002 30 30 എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. 2003 7E എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. 2004 23 നെക്സ്റ്റ് അടിക്കുക. 2005 നെക്സ്റ്റ് അടിക്കുക. 2006 2 നെക്സ്റ്റ് അടിക്കുക. 77 നെക്സ്റ്റ് അടിക്കുക. 76 ഇത്രയാണ് നമ്മുടെ കോഡുള്ളൂ. പക്ഷേ ഇത് സ്റ്റോർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നെക്സ്റ്റ് അടിക്കണം. അങ്ങനെ നെക്സ്റ്റ് അടിച്ച് വെക്കുക. അത് 00 ആക്കാം. എന്നിട്ട് ഇതിൽ പറയണത് റീസെറ്റ് സിസ്റ്റം എന്നാണ് പറയണേ. അപ്പോൾ റീസെറ്റ് കൊടുക്കുക. ഇനി അതിന് ശേഷം ഗോ കൊടുക്കുക. പ്രസ് ഗോ. എന്നിട്ട് എൻ്റർ ദ മെമ്മറി അഡ്രസ് വെർ ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് എന്ന് പറയണം. എൻ്റർ ദ മെമ്മറി അഡ്രസ് വെർ ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ 2000 നമ്മൾ ആ പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ നമ്മൾ 2000 അടച്ചു കൊടുക്കുക. എന്നിട്ട് പ്രസ് ഫില്ല് കൊടുക്കുക. എന്നിട്ട് റീസെറ്റ് അടിക്കുക. പിന്നെ പ്രസ് ദ റിലാക്സ് മെം കീ കൊടുക്കുക. ഇനി നമുക്ക് വേണ്ട ഔട്ട്പുട്ട്, അതായത് 3002 നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ആ 3002 ഇവിടെ അടിക്കാം. 2 നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ 3, അതായത് നമ്മൾ 1ഉം 2ഉം കൂടെ കൂട്ടിയിട്ട് നമുക്കിവിടെ റിസൾട്ടായിട്ട് 3 കിട്ടി. ഇത്രയേ ഉള്ളൂ അഡീഷൻ ചെയ്യാൻ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അതായത് നമ്മളിപ്പോൾ മുന്നേ കോഡ് അടിച്ചിട്ടുണ്ടല്ലോ, ആ കോഡ് അടിച്ചതിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നു, അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ റീസെറ്റ് അടിക്കുക. എന്നിട്ട് റിലാക്സ് മെം അടിക്കുക. എന്നിട്ട് 2000 വീണ്ടും നമ്മൾ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിച്ചാൽ നമ്മൾ ചെയ്ത പ്രോഗ്രാമില്ലേ അഡീഷൻ്റെ ഇതാണ് 2021, അതുപോലെ നമ്മൾ അടിച്ച കൊടുത്ത സംഭവങ്ങൾ വരും. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ 0 വന്നു. അങ്ങനെ നെക്സ്റ്റ് അടിക്കുമ്പോൾ ആ ഓരോ കോഡുകൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്കിതിൽ മനസ്സിലാക്കാം നമ്മൾ അടിച്ച കോഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമുക്ക് ഈ ഒരു വഴി ചെയ്താൽ മനസ്സിലാവും. ഇനി മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും സെയിം പോലെ തന്നെയാണ്. ആ അൽഗോരിതം സെയിം പോലെ റിപ്പീറ്റ് ചെയ്യുക. അതിൻ്റെ കോഡുകൾ ഓരോ ടേബിളിലുണ്ട്. ആ കോഡ് അനുസരിച്ച് നമ്മൾ മാറ്റിയിട്ട് ചെയ്യുക.